ജഅലല്ലാഹു, അള്ളാഹു ആക്കി വെച്ചിരിക്കുന്നു, അൽ കഅബത, കഅബയെ, അൽ ബൈത്തൽ ഹറാം, വിശുദ്ധ ഭവനത്തെ, ഖിയാമൽ ലിന്നാസ്, മനുഷ്യ നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുന്നു. വർഗവർണ്ണ വിഭാഗീയ വർഗീയതകളും വംശീയതയും ഭീകരതയും നമ്മുടെ രാജ്യത്ത് ഇന്ന് കൊടികുത്തി വാഴുന്ന പോലെ, ലോകത്ത് കൊടികുത്തി വാഴുന്ന പോലുള്ള അത്തരം മാനവികതയെ ഭിന്നിപ്പിക്കുന്ന അനൈക്യത്തിൻ്റെതൊന്നുമില്ലാതെ ലോകം യഥാർത്ഥത്തിൽ ഐക്യബോധത്തോടുകൂടി സമാധാനത്തോടി സന്തോഷത്തോടുകൂടി നിലനിൽക്കുന്നതിൻ്റെ ആധാരമാക്കി അള്ളാഹ് കഅബയെ വെച്ചേക്കുന്നു. കഅബയുടെ മെസ്സേജ് ഉൾക്കൊണ്ട് ഒരുത്തനും വംശീയത ഉണ്ടാവില്ല, ഒരുത്തനും വർഗീയത ഉണ്ടാവില്ല. കഅബാലയത്തിൻ്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറിൽ കൊണ്ടുപോയി കറുത്തവൻ ചുംബിച്ച അതേ സ്ഥലത്ത് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ചുംബിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ നാം കാണുന്ന, ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന ഈ വംശീയത, ഈ വർഗീയത ഒരിക്കലും അവന് സങ്കല്പിക്കാനാവില്ല. ആ കഅബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകമാനവികതയുടെ ഐക്യബോധത്തെ അതിനനുരോധമായി അവൻ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ പദ്ധതികളോട് അവൻ താതാത്മ്യപ്പെടാനും തയ്യാറായാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വിഭാഗീയതയുടെ, ദേശത്തിൻ്റെ, ഭാഷയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭിന്നതയുടെ, അനൈക്യത്തിൻ്റെ, ശൈഥില്യത്തിൻ്റെ എല്ലാത്തരം വികാരങ്ങളെയും ഒഴിച്ചു മാറ്റി അവനെ ഒരു ലോക പൗരനായി വളർത്തിയെടുക്കാൻ ആവശ്യമായ ആഗോള ആസ്ഥാനമായി അള്ളാഹു കഅബാലയത്തെയും അന്നേ സംവിധാനിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നിവിടെ വന്നോ അന്ന് മുതലേ കഅബയുണ്ട്, വന്നിട്ട് പിന്നെ ആരും ഉണ്ടാക്കിയ കഅബയല്ല. കാരണം മനുഷ്യന് വെള്ളം, വായു, അന്നം എന്ന പോലെ അവൻ്റെ ആഗോള തലസ്ഥാനമാകാൻ, അവൻ്റെ ഏകതയ്ക്ക് ആസ്ഥാനമായിരിക്കാൻ കഅബയും വേണം. അള്ളാഹു അങ്ങനെ വെച്ച ഭവനമാണ് കഅബ. പരിശുദ്ധമായ റമദാൻ മാസം കടന്ന് മറ്റ് വളരെ പ്രധാനമായ മാസങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ഷവ്വാൽ മാസം എന്നത് ഹജ്ജിൻ്റെ മാസങ്ങളായി കണക്കാക്കപ്പെടുകയാണ്. റമദാന് വേണ്ടി നമ്മൾ റജബിലെ തുടങ്ങിയ ഒരുക്കങ്ങളാണ് റമദാൻ്റെ പരിസമാപ്തിയോടുകൂടി നമ്മളാൽ ആവും വിധം അള്ളാഹുവിനോടുള്ള അടുപ്പം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൈമെയ് മറന്ന് പ്രയത്നിച്ച് നമുക്കൊക്കെ ആവും വിധം നാം ആ മഹത്തായ ലക്ഷ്യം നേടാൻ ശ്രമിച്ചതെങ്കിൽ പരിശുദ്ധമായ റമദാനിലെ പെരുന്നാളോടുകൂടി ആ യത്നങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയല്ല, മറിച്ച് നാം ഓരോരുത്തരും ആർജിച്ച ആ വിശ്വാസദാർഢ്യവും അതുപോലെ തന്നെ കർമ്മ ആവേശവും അതിലൂടെ നാം കൈവരിച്ച നമ്മുടെ നാഥനോടുള്ള അടുപ്പവും ഇനി അങ്ങോട്ടുള്ള മുഴുവൻ നാളുകളിലും നമ്മൾ നിലനിർത്തുമെന്ന പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ നാം പുണ്യമാസത്തിൽ ചെയ്തത്. റമദാൻ കഴിയുന്നതോടുകൂടി നമുക്ക് വിശ്രമമല്ല യഥാർത്ഥത്തിൽ കൈവരുന്നത്. നാം നേടിയ ഊർജത്തിൽ നാം ഓരോരുത്തരും ഊന്നി നിൽക്കുക എന്നതാണ് റമദാനിലൂടെ നാം ലക്ഷ്യം വെച്ചത്. ചിലപ്പോഴൊക്കെ നാം കരുതിപ്പോകാറുണ്ട് ഒരുപാട് പണിയെടുത്തതാണ് റമദാനിൽ, ഇനി റെസ്റ്റാണെന്ന്. പക്ഷെ പരിശുദ്ധ ദീനിൽ ഒരിക്കലും നന്മയുടെ വഴിയിൽ നമുക്ക് റെസ്റ്റുകളില്ല. വിശ്രമമില്ലാത്ത നന്മകൾ തേടിയുള്ള നിരന്തരമായ ഒരു തീർത്ഥയാത്രയാണ് ഇസ്ലാമിക ജീവിതം എന്നുള്ളത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൂടുതൽ കൂടുതൽ കണ്ടെത്തി പ്രവർത്തിക്കാനും നന്മകളോടുള്ള നിത്യസമ്പർക്കത്തിലൂടെ നാം മുന്നോട്ട് പോകാനും അങ്ങനെ നന്മകളുടെ വടവൃക്ഷങ്ങളായി പരിണമിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് ഉള്ള അഭിമുഖം യാഥാർത്ഥ്യമാക്കാനുമാണ് നാം യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നന്മകൾ കുറേ നാളുകൾ നാം അഭിനയിച്ചതിന് ശേഷം ആ അഭിനയം അവസാനിപ്പിച്ച് നാം റെസ്റ്റിലേക്ക് പോകുക എന്ന പരിപാടി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോടത് പറയുന്നുണ്ട്, ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഫൈദാ ഫറഗ്ത ഫൻസബ്, നീ നിൻ്റെ ഒരു ജോലി നബിയെ അങ്ങയുടെ ഒരു ദൗത്യം പൂർത്തിയാക്കിയാൽ അടുത്ത ദൗത്യവുമായി അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക. അതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ദൗത്യം പൂർത്തിയാക്കി എന്നതുകൊണ്ട് ഒരു മനുഷ്യ ജീവിതം പിന്നെ അലസതയിലേക്ക്, ഉദാസീനതയിലേക്ക്, ആലസ്യത്തിലേക്ക് വഴിമാറുക എന്നത് ഇസ്ലാമിലില്ല. ഫഇദാ ഫറഗ്ത ഫൻസബ്
ഒരു ദൗത്യത്തിൽ നിന്നങ്ങ് വിരമിച്ചാൽ അടുത്ത ദൗത്യത്തിനായി അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക, അങ്ങ് ഉയർത്തെഴുന്നേൽക്കുക എന്നാണ്. നല്ല ജീവിതങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ നാം കാണുന്ന കാഴ്ച അതാണ്. പ്രവാചകന്മാരുടെ ജീവിതത്തെ നാം എടുത്തു നോക്കുക. നമുക്കാണ് നന്മയ്ക്ക് റെസ്റ്റ് വേണ്ടത്. നമ്മൾ നന്മകൾ ഒരല്പം ചെയ്തു പോയാൽ പിന്നെ കുറച്ച് റെസ്റ്റ് വേണം, നന്മയ്ക്ക് റെസ്റ്റ്. പക്ഷെ നമ്മൾ ചെയ്തു വന്നിരുന്ന തിന്മകൾക്കൊന്നും റെസ്റ്റ് വേണമെന്ന് നമുക്ക് ആർക്കും തോന്നാറില്ല. അതങ്ങനെ അഭംഗുരം തുടരേണ്ടതാണ്. റെസ്റ്റ് യഥാർത്ഥത്തിൽ തിന്മകൾക്കാണ്, നന്മകൾക്ക് റെസ്റ്റില്ല. നന്മകളിലൂടെ അനുസ്യൂതം നമ്മൾ പ്രവഹിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്. നന്മ നിർത്താൻ നമുക്ക് നേരമില്ല. നമുക്ക് സുബഹി കഴിഞ്ഞാൽ ലുഹറുണ്ട്, ലുഹർ കഴിഞ്ഞാൽ അസറുണ്ട്, അസർ കഴിഞ്ഞാൽ മഗ്രിബുണ്ട്, മഗ്രിബ് കഴിഞ്ഞാൽ ഇഷയുണ്ട്, പിന്നെ ഉറക്കമാണ്. ഫൈദാ ഫറഗത ഫൻസബ്, പിന്നെ നാം ഉണരുന്നത് അടുത്ത സുബഹിക്ക് വേണ്ടിയാണ്. ഇതാണ് ഇസ്ലാമിക ജീവിതം. ഒരിക്കലും നമ്മൾ നന്മകളിൽ നിന്ന് ഖാലിയായ, നന്മകളിൽ നിന്ന് ശൂന്യമായ ഒരു നിമിഷം പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സങ്കല്പിക്കാവതേയല്ല. അങ്ങനെയാണ് അല്ലാഹു തആല പ്രവാചക ജീവിതത്തെ ക്രോഡീകരിച്ചത്. ഇസ്ലാമിക ജീവിതത്തെയും അങ്ങനെ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു സ്വൈരമില്ലല്ലോ, റെസ്റ്റില്ലല്ലോ എന്നാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിക ജീവിതം എന്താണെന്നും അറിയാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്. പ്രവാചകന്മാരൊക്കെ നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളാൽ മുഖരിതമായ മാസങ്ങളിലാണ് നാം, ഹജ്ജിലേക്കാണ് നാം കാലൂന്നിയത്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമളാന് ശേഷം അല്ലാഹു തആല പിന്നീട് അടുത്ത മാസങ്ങളെ ഹജ്ജിൻ്റെതാക്കി വെച്ചിരിക്കുകയാണ്. ഹജ്ജിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഹജ്ജിൻ്റെ മാസങ്ങൾ പ്രധാനമാകുന്നത്, ലോക ഇസ്ലാമിക സമൂഹത്തിന് മുഴുവൻ ഹജ്ജിൻ്റെ മാസങ്ങൾ പ്രധാനമാവുകയാണ്. എപ്രകാരം റമളാനിൽ മുസ്ലിം ലോകം ആരും ഒഴിവില്ലാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെ സുഹൃതങ്ങളുടെ വഴികളിൽ മത്സരിച്ചു ഒരാപ്പകൽ ഭേദമന്യേ, അതുപോലെ ഇനിയും നമ്മളിലേക്ക് ഒരു 3 മാസം വരികയാണ്. ഹജ്ജിൻ്റെ മാസങ്ങളാണ്. ഇസ്ലാമിക ലോകത്തിൻ്റെ നന്മകളിലുള്ള സുഹൃതങ്ങളിലുള്ള ഈ ആവേശം അവസാനിക്കുന്നില്ല, അവസാനിക്കാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. നന്മകളെ നമുക്കൊരാവേശമായി, ഒരാഘോഷമാക്കി തരികയാണ് അള്ളാഹു. അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, മുഴുവൻ എൻ്റെ നല്ല ദാസന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നന്മകളുടെ വഴിയിൽ നിങ്ങൾ നിരന്തരമായി യത്നിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഷവ്വാലിലേക്ക് നാം ആഗതമായപ്പോൾ അള്ളാഹു പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്നത് ചില മാസങ്ങളിലൂടെയാണ് രൂപാന്തരപ്പെടുക. നോക്കൂ, ഹജ്ജ് ചില മാസങ്ങളെ ഹജ്ജിന് വേണ്ടി അള്ളാഹു മാറ്റി വയ്ക്കുകയാണ്. ചില മാസങ്ങളാണോ ഹജ്ജ്? സത്യത്തിൽ ഹജ്ജ് എത്ര നാളാണ്? 5 ദിവസമാണല്ലേ. 5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മത്തെ അള്ളാഹു പറയുന്നത് എങ്ങനെ? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്നുള്ളത് അറിയപ്പെട്ട പരിചിതമായ ചില മാസങ്ങളാകുന്നു. അള്ളാഹു പറയുമ്പോൾ നാം അറിയേണ്ടത് എന്താണ്? ഹജ്ജ് കേവലം 5 ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുന്നതല്ല. ഹജ്ജ് ഒരു വ്യക്തിയെ ഒരു ഹാജിയാക്കി തീർക്കുന്നത് 5 ദിവസങ്ങളല്ല. ഹജ്ജിൻ്റെ കർമ്മം സാക്ഷാത്കരിക്കപ്പെടുന്നതും ചില ദിവസങ്ങൾ കൊണ്ടല്ല, മറിച്ച് ചില മാസങ്ങളിലുള്ള നിരന്തരമായ അധ്വാനത്തിലൂടെയാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, റോമാ നഗരം ഒരൊറ്റ ദിവസത്തിൻ്റെ സൃഷ്ടിയല്ല, ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഒരു സാമ്രാജ്യം. റമളാനിന് വേണ്ടി നാം ഒരു 3 മാസത്തെ ഒരുക്കങ്ങളിലായിരുന്നത് പോലെ ഹജ്ജിന് വേണ്ടി നാമും നമ്മോട് ബന്ധപ്പെട്ട് ഒരു ഹജ്ജിനായി പുറപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളും കൈമെയ് മറന്ന് തോളത്ത് ചേർന്ന് പരസ്പരം സഹകരിച്ച് നമ്മൾ ഹാജിയാവുകയാണ്, അല്ലെങ്കിൽ ഹാജിയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല നമുക്ക് ഈ മാസങ്ങളുടെയും കടന്നു പോകുന്ന ഈ നാളുകളുടെയും ഈ ആഗോളീയതയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് അള്ളാഹു തരുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നത് ഒരു ആഗോളീയതയാണ്. ഒരിക്കലും ഒരു പ്രാദേശികതയ്ക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു കർമ്മങ്ങളും വിധേയമല്ല. ദേശീയതയ്ക്കും അടിമപ്പെട്ടുള്ളതൊന്നും നമ്മുടെ കൈകളിലില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും
സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. മഗ്രിബും ഇശായും ആലുവ മാത്രമായി നമസ്കരിക്കുന്ന നമസ്കാരമല്ല. ആലുവക്കാരനൊന്നുമില്ല, ഇന്ത്യക്കാരന് മാത്രമായും അതില്ല. ലോകം മുഴുവൻ ഒന്ന് ചേർന്ന് ളുഹറും അസറും മഗ്രിബും ഇശായും നമസ്കരിക്കുകയാണ്. നോമ്പ് വെച്ചപ്പോഴും അങ്ങനെ. അവിടെയും നമുക്ക് കാണാം ഒരു ആലമീനീയത, ഒരു യൂണിവേഴ്സാലിറ്റി, ആഗോളീയത അവിടെയുമുണ്ട്, ഹജ്ജിലുമുണ്ടത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഹജ്ജ് ചെയ്യുന്നത്. കുറച്ചാളുകൾ നമ്മൾ പറഞ്ഞു വിടുന്നു എന്നതുകൊണ്ട് അവർക്ക് മാത്രം ആ ഹജ്ജ് എന്ന് കരുതണ്ട, എല്ലാവർക്കുമുള്ള ഹജ്ജ്. നമ്മളൊക്കെ ഹജ്ജിൻ്റെ രൂപാന്തരീകരണത്തിൽ ഭാഗഭാക്കാകേണ്ടതുണ്ട്. ഒരു ഹാജിയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച ഈ മാസങ്ങളിൽ അവൻ ഹജ്ജിന് വേണ്ടി വേണ്ടത്ര പ്രിപ്പയർഡായില്ലെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു അത്ഭുതകരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അള്ളാഹു തആല പരിശുദ്ധമായ കഅബാലയത്തെ ലോകമാനവികതയുടെ സ്ഥിരാകേന്ദ്രമായി നിർണയിച്ചതാണ്. അള്ളാഹു ഈ ലോകത്തേക്ക് നാം വന്നപ്പോൾ നമ്മുടെ ബാഹ്യമായ നിലനിൽപ്പിനാവശ്യമായ നിലയിൽ നമുക്ക് ശ്വസനാവശ്യത്തിന് വായു തന്ന അള്ളാഹു ഒരുക്കി വെച്ച അള്ളാഹുവാണ്. കുടിക്കാനുള്ള വെള്ളവും നാം വരും മുമ്പേ അള്ളാഹു സംവിധാനിച്ചതാണ്. ഭുജിക്കാൻ ആവശ്യമായ അന്നവും വരും മുമ്പേ വെച്ചതാണ്, വന്നിട്ട് വെച്ചതല്ല. ശ്വസിക്കണമെന്ന് തോന്നിയപ്പോൾ മൂക്കിൻ്റെ ഭാഗത്തൊരു ദ്വാരം പൊട്ടിയുണ്ടായതല്ല. യുക്തിശൂന്യന്മാരായ യുക്തിവാദികൾ പറയും പോലെ ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടത് പൊക്കമുള്ള മരത്തിൽ നിന്ന് ഇല കടിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടിയത് കൊണ്ടാണെന്നൊക്കെ പറയും പോലെ ശ്വസിക്കാൻ നേരത്ത് നമ്മൾ ആഞ്ഞു വലിച്ചപ്പോൾ മൂക്കി തുളയുണ്ടായതല്ല. മൂക്കും തുളയും അതിനു മുമ്പ് ശ്വാസവും ഇവിടെ നേരത്തെ ഉള്ളത് തന്നെയാണ്, വന്നപ്പോഴേ ഉള്ളതാണ്, അള്ളാഹ് ഒരുക്കി വെച്ചതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയണം നമ്മൾ. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് സൂറത്തുൽ വാഖിഅയിലൂടെ. നിങ്ങളെ നാമല്ലയോ സൃഷ്ടിച്ചത്? നിങ്ങൾ വിസർജിക്കുന്ന ബീജകണങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ആരാണ് സ്ത്രീയുടെ ഉദരത്തിൽ അത് വളർത്തി വലുതാക്കി ഒരു കുഞ്ഞായി രൂപാന്തരപ്പെടുത്തുന്നത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അവിടെ ചോദിക്കപ്പെട്ടു. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആരാണ് നിങ്ങൾക്ക് വേണ്ടി മഴമേഘങ്ങളിൽ നിന്ന് ചൊരിഞ്ഞു തരുന്നത്? എല്ലാം അല്ലാഹുവാണ്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് നാമാണോ? വേണമെങ്കിൽ അത് സമുദ്രത്തിൽ നിന്നല്ലേ, അത് നീരാവിയായി ഉയരുകയല്ലേ, സമുദ്രജലമല്ലേ, അത് പ്രകൃതിയുടെ ചാക്രിക പ്രതിഭാസമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ഒരു ഉത്തരം കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. ലൗ നശാഉ ലജഅൽനാഹു ഉജാജാ. നാം വിചാരിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് ജലമായി തന്നെ തിരിച്ചു വരുമായിരുന്നില്ലേ? ഇല്ലേ? കടലിൽ നിന്ന് വെള്ളം സൂര്യൻ്റെ അത്യുഗ്ര താപമേറ്റ ആകാശത്തിലേക്ക് ഉയർന്നു പോയ സാധനം പിന്നെ താഴോട്ട് ചൊരിയാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് താനേ ചൊരിഞ്ഞു പോയതാണോ? അങ്ങനെ യാദൃശ്ചികതകൾ സംഭവിക്കുന്നതാണോ മഴയും വെള്ളവും? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലായിരുന്നല്ലോ. ഉഷ്ണം കൂടുതലായപ്പോൾ അല്ലേ? ഉഷ്ണം കത്തി നിന്ന നാളുകളിലല്ലേ ബാഷ്പീകരണം കൂടുതലുണ്ടായത്? ബാഷ്പീകരണം അധികം, ബാഷ്പജലം ഉയർന്നു പോയപ്പോഴല്ലേ മഴ കൂടുതൽ പെയ്യേണ്ടത്? അത് മുകളിലുണ്ടായിരുന്നല്ലോ. അപ്പോഴല്ലല്ലോ മഴ അധികം പെയ്തത്. ഒരു തുള്ളി പെയ്യിക്കാൻ ലോകം വേഴാമ്പലിനെ പോലെ നാട് കാതോർത്തിട്ടും പെയ്ത് കിട്ടിയോ? കഴിഞ്ഞ ദിവസം പെയ്തു അല്ലേ? ഈ മഴയ്ക്ക് വേണ്ടി നമ്മൾ എത്ര കാലമാണ് കാതോർത്തെ? ബാഷ്പീകരണത്തിന് കുറവല്ലോ ഉണ്ടായിരുന്നോ? ബാഷ്പീകരണത്തിൻ്റെ അനിവാര്യവും സ്വാഭാവികവുമായ ഫലമാണ് മഴയെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലിനെ നിരാകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു ചിട്ടയും വട്ടവും വേണ്ട എന്ന അരാജകത്വം പ്രഖ്യാപിക്കുന്ന ബുദ്ധിശൂന്യന്മാരായ ആളുകളുടെ വാക്കുകളും ചൊല്ലും കേട്ടാണ് നാം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നാം വിഡ്ഢികളായിരിക്കും. ഭൂമിയിൽ മഴ പെയ്തിറങ്ങുന്നത് ബാഷ്പീകരണം അധികം നടക്കുന്ന നാളുകളിൽ അല്ലല്ലോ. ബാഷ്പീകരണം നടക്കുന്ന ഈ സമയങ്ങളിലെ ബാഷ്പങ്ങളെ മുഴുവൻ മേഘമായി ആകാശത്തിൻ്റെ റിസർവോയറുകളിൽ 4-5 മാസം പിടിച്ചു നിർത്തിയതാരാണ്? ഈ വെള്ളത്തെ മുഴുവൻ അവിടെ ജലകുംഭമായി റിസർവോയറായി പിടിച്ചു നിർത്തിയതാരാണ്? താഴോട്ടൊരു തുള്ളി വീഴാതെ ബാഷ്പീകരണം നടന്ന നാളുകളിൽ
അപ്പം മഴ ചൊരിയുന്നതും എന്ന് മാത്രമല്ല അള്ളാഹു ചോദിക്കുന്നു, കടൽ ജലം ബാഷ്പമായതായ ആണ്, അതിന് പിന്നെ താഴോട്ട് വരണ്ടേ, അതാണ് മഴയെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, കടൽ ജലം ബാഷ്പമായി പോയപ്പോൾ ഉപ്പ് വെള്ളമല്ലേ അത് മുകളിലേക്ക് പോയത്? ഉപ്പ് ജലമായി തന്നെ താഴോട്ട് പതിച്ചാൽ മതിയായിരുന്നില്ലേ? അങ്ങനെയാണോ വന്നേ? ഉപ്പെടുത്തിട്ടല്ലേ അത് വന്നത്? എന്തുകൊണ്ട്? ഉപ്പായിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ ഭൂമിയെ കൃഷിഭൂ ഇഷ്ടമാകുമായിരുന്നില്ല, തരിശാക്കപ്പെട്ടു പോകുമായിരുന്നു, ഉപ്പുമണ്ണായി പരിണമിക്കുമായിരുന്നു. അത് അല്ല വേണ്ടത്. അതിലെ ഉപ്പിൻ്റെ ലവണത്തിൻ്റെ അംശം അതിനെ പിൻവലിച്ചിട്ട് സംശുദ്ധമായ ജലമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയത് അതല്ലേ? കടലിൽ നിന്ന് പോയ വെള്ളം അതുപോലെ വന്നിട്ടില്ലല്ലോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ചിന്തിക്കാൻ ധാരാളമുണ്ട്. അതിലേക്ക് ഞാൻ പോവുകയല്ല. പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ ലോക പദ്ധതികൾ, ബൃഹത്തായ പ്രപഞ്ച പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ ഈ ആരാധനാ പദ്ധതികളും. മനുഷ്യന് ബാഹ്യ ശരീരത്തിൻ്റെ നല്ല നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം സംവിധാനിച്ച അള്ളാഹു അവൻ്റെ ആന്തരികമായ നന്മയ്ക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ആസ്ഥാനങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ കഅബ, പരിശുദ്ധമായ കഅബാലയം മനുഷ്യൻ്റെ പുറം നന്നാക്കാനും പുറത്തിൻ്റെ സുസ്ഥിതമായ അസ്തിത്വത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമായതെല്ലാം ചെയ്തു വെച്ച പോലെ അല്ലാഹു തആല അവൻ്റെ ആത്മാവിനെ, അവൻ്റെ മനസ്സിൻ്റെ കേന്ദ്രീകരണത്തിന് വേണ്ട പദ്ധതികളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ കഅബ അങ്ങനെ ഉണ്ടാക്കിയതാണ്. കഅബം പിന്നെ ഉണ്ടായതല്ല. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യന് വേണ്ടി ചെയ്തതെല്ലാം മനുഷ്യൻ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും മനുഷ്യൻ വന്നതിന് ശേഷം ഉണ്ടായ ദൈവങ്ങളാണ്. മനുഷ്യൻ്റെ ദൈവം പോലും മനുഷ്യൻ വന്നിട്ടുണ്ടാവുക, ഏതോ ചില ഉമ്മയുടെ വയറ്റിൽ പിന്നെ വരിക. പക്ഷെ ദൈവം പോയിട്ട് മനുഷ്യന് വേണ്ടി അള്ളാഹു ചെയ്തതെല്ലാം മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പാണ്. വായു, വെള്ളം, അന്നം, അവനെ ഏകീകരിക്കുന്ന, അവനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, മനുഷ്യൻ്റെ ഏകതാബോധത്തിൻ്റെ, ഐക്യബോധത്തിൻ്റെ ആസ്ഥാനമാകേണ്ടുന്ന അവൻ്റെ പരിശുദ്ധമായ ലോക തലസ്ഥാനം കഅബ, അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ വരുന്നതിന് മുമ്പേ ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു മതമുണ്ടോ? മനുഷ്യന് വേണ്ടത്, മനുഷ്യൻ്റെ സാമൂഹിക ബോധത്തിന്, അവൻ്റെ ഐക്യബോധത്തിന്, അതൊക്കെ അവൻ്റെ ഉള്ളിലുള്ളതാണല്ലോ. മനുഷ്യൻ സമൂഹജീവിയല്ലേ? അതിനിണങ്ങുന്ന വിധത്തിലുള്ള ഒരു ലോക ആസ്ഥാനമുണ്ടാകണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും മോഹമാണ്. സാക്ഷാത്കരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ആ മോഹത്തിന് പോലും അള്ളാഹു സാക്ഷാത്കാരം തന്നു. അതാണ് കഅബ. കഅബ എന്നുണ്ടായേ ആദം നബിയാണോ കഅബ ഉണ്ടാക്കിയത്? അല്ല. ഇബ്രാഹിം നബിയാണോ കഅബ ഉണ്ടാക്കിയത്? അല്ല. ആരാണ് കഅബ ഉണ്ടാക്കിയത്? കഅബ ഉണ്ടാക്കിയത് ആദം നബിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകളാണ് നിർമ്മിച്ചത്, അല്ലേ? എന്താ എൻ്റെ അർത്ഥം? മനുഷ്യൻ വരുന്നതിന് മുമ്പേ കഅബയും ഉണ്ടായി. ആ കഅബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകമാനവികതയുടെ ഐക്യബോധത്തെ അതിനനുരോധമായി അവൻ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ പദ്ധതികളോട് അവൻ താതാത്മ്യപ്പെടാനും തയ്യാറായാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വിഭാഗീയതയുടെ, ദേശത്തിൻ്റെ, ഭാഷയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭിന്നതയുടെ, അനൈക്യത്തിൻ്റെ, ശൈഥില്യത്തിൻ്റെ എല്ലാത്തരം വികാരങ്ങളെയും ഒഴിച്ചു മാറ്റി അവനെ ഒരു ലോക പൗരനായി വളർത്തിയെടുക്കാൻ ആവശ്യമായ ആഗോള ആസ്ഥാനമായി അള്ളാഹു കഅബാലയത്തെയും അന്നേ സംവിധാനിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നിവിടെ വന്നോ അന്ന് മുതലേ കഅബയുണ്ട്. വന്നിട്ട് പിന്നെ ആരും ഉണ്ടാക്കിയ കഅബയല്ല. കാരണം മനുഷ്യന് വെള്ളം, വായു, അന്നം എന്ന പോലെ അവൻ്റെ ആഗോള തലസ്ഥാനമാകാൻ, അവൻ്റെ ഏകതയ്ക്ക് ആസ്ഥാനമായിരിക്കാൻ കഅബയും വേണം. അള്ളാഹു അങ്ങനെ വെച്ച ഭവനമാണ് കഅബ. എന്ന് പറഞ്ഞാൽ കഅബയിലെ പദ്ധതികൾ, കഅബയിലെ ഹജ്ജ്, കഅബയിലെ കർമ്മങ്ങളെല്ലാം അതിപുരാതനമാണ്, അള്ളാഹുവിൻ്റെ പദ്ധതികളുടെ ഭാഗമാണ്. അതിനെ അനുകരിക്കുന്നു ലോകത്തുള്ള മുഴുവൻ തീർത്ഥാടനങ്ങളുടെയും മാതാവ് പരിശുദ്ധമായ കഅബയും കഅബയിലെ ആരാധനകളുമാണ്. കഅബയുടെ മെസ്സേജ് എത്താനാവുന്നവനൊക്കെ അവിടെ എത്തുക അള്ളാഹുവിൻ്റെ അവകാശമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീലാ. വലില്ല, അള്ളാഹുവിൻ്റെ അവകാശമാകുന്നു, അള്ളാഹുടെ അവകാശമാകുന്നു. അലന്നാസി, അവൻ്റെ ജനങ്ങളുടെ മേലുള്ള അവൻ്റെ അവകാശമാകുന്നു.
ഹിജ്ജുൽ ബൈത്തി, കഅബം ലക്ഷ്യമാക്കണമെന്നുള്ളത് എവിടെ ജീവിച്ചാലും ഏത് കോണിൽ ആയിരുന്നാലും 5 നേരം മനസ്സുകൊണ്ട് 5 നേരം കഅബത്തെ, അവൻ്റെ ലോകതലസ്ഥാനത്തെ അവൻ മനക്കണ്ണുകൊണ്ട് ലക്ഷ്യം വെക്കണമെന്നുള്ളത് ഹിജ്ജുൽ ബൈത്ത്. എന്നിട്ട് സാധ്യമായ മനിസ്തതഇലൈഹി സബീല, വഴിയാൽ സാധ്യമാകുന്ന ആദ്യത്തെ നിമിഷത്തിൽ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാകുന്നു. മനുഷ്യരുടെ മേലുള്ള അവകാശം റൈറ്റ്, പടച്ചവൻ്റെ റൈറ്റാണ്. കാരണം വായു തന്നാൽ അത് ശ്വസിക്കാനുള്ളതാണെന്ന പോലെ, വെള്ളം തന്നാൽ അത് കുടിക്കാനുള്ളതാണെന്ന പോലെ, അന്നം തന്നാൽ അത് ഭുജിച്ചാലേ അവന് നിലനിൽക്കാനാകൂ എന്ന പോലെ, കഅബം തന്നാൽ കഅബാലയത്തെ അവൻ ലക്ഷ്യം വെക്കണം, അവിടെ അവൻ ചുറ്റിപ്പറ്റണം. അവനല്ലെങ്കിൽ അവൻ്റെ പ്രതിനിധി സാധ്യമാകുന്നവൻ അവിടെ ചെല്ലണം. എങ്കിലേ അവൻ്റെ മനുഷ്യത്വപരമായ അസ്തിത്വവും നിലനിൽപ്പും ഉറപ്പാവുകയുള്ളൂ. അള്ളാഹു ആക്കി വെച്ചിരിക്കുന്നു അൽ കഅബത്ത, കഅബയെ, അൽ ബൈത്തൽ ഹറാം, വിശുദ്ധ ഭവനത്തെ, ഖിയാമൽ ലിന്നാസ്, മനുഷ്യ നിലനിൽപ്പിൻ്റെ ആധാരമാക്കിയിരിക്കുന്നു. വർഗവർണ്ണ വിഭാഗീയ വർഗീയതകളും വംശീയതയും ഭീകരതയും നമ്മുടെ രാജ്യത്ത് ഇന്ന് കൊടികുത്തി വാഴുന്ന പോലെ, ലോകത്ത് കൊടികുത്തി വാഴുന്ന പോലുള്ള അത്തരം മാനവികതയെ ഭിന്നിപ്പിക്കുന്ന അനൈക്യത്തിൻ്റെതൊന്നുമില്ലാതെ ലോകം യഥാർത്ഥത്തിൽ ഐക്യബോധത്തോടുകൂടി സമാധാനത്തോടി സന്തോഷത്തോടുകൂടി നിലനിൽക്കുന്നതിൻ്റെ ആധാരമാക്കി അള്ളാഹ് കഅബയെ വെച്ചേക്കുന്നു. കഅബയുടെ മെസ്സേജ് ഉൾക്കൊണ്ട് ഒരുത്തനും വംശീയത ഉണ്ടാവില്ല, ഒരുത്തനും വർഗീയത ഉണ്ടാവില്ല. കഅബാലയത്തിൻ്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറിൽ കൊണ്ടുപോയി കറുത്തവൻ ചുംബിച്ച അതേ സ്ഥലത്ത് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ചുംബിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ നാം കാണുന്ന, ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന ഈ വംശീയത, ഈ വർഗീയത ഒരിക്കലും അവന് സങ്കല്പിക്കാനാവില്ല. ഇസ്രയേൽ നേതൃത്വം നൽകുന്ന വംശീയതയോ അമേരിക്ക നേതൃത്വം നൽകുന്ന വംശീയതയോ മാനവതയ്ക്കുണ്ടാവില്ല. അതുണ്ടായാൽ മനുഷ്യൻ്റെ നല്ല നിലനിൽപ്പ്, സമാധാനപൂർണ്ണമായ നിലനിൽപ്പ് അപകടത്തിലാണ്. അതുണ്ടാകാതിരിക്കാനാണ് അള്ളാഹു അന്നേ കഅബയെ അങ്ങനെ വെച്ചത്. അള്ളാഹു കഅബയെ വെച്ചു. കഅബയെ, അൽ ബൈത്തുൽ ഹറാം, വിശുദ്ധ ഭവനത്തെ, ഖിയാമൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാക്കി വെച്ചു. വശഹറൽ ഹറാം, വിശുദ്ധ മാസങ്ങളെയും. മനുഷ്യൻ നന്നായി ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷേ അതിന് കഅബ വേണം. കഅബയോടൊപ്പം തന്നെ വിശുദ്ധ മാസങ്ങളുടെ പവിത്രത പാലിക്കപ്പെടുകയും ചെയ്യണം. വൽ ഖലായിദ്, അങ്ങോട്ട് കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളും അവയുടെ കഴുത്തിലെ അടയാളത്താലികളെയും കൂടി നാം മാനവരാശിയുടെ നല്ല നിലനിൽപ്പിൻ്റെ ഖിയാം ആധാരമാക്കി വെച്ചിരിക്കുന്നു. ദാലിക്, അതെന്തിനെന്നറിയോ? ലിതഅലമു, നിങ്ങൾക്കറിയാകാനാണ്, നിങ്ങൾക്ക് മനസ്സിലാകാനാണ്, ബോധ്യമാകാനാണ്. അന്നല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ഉള്ളത് മുഴുവനും അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ ഈ കഅബയെ നാം ഉണ്ടാകുന്നതിന് മുമ്പേ പണിത് വെച്ച് നാം എല്ലാവരും അവിടെ എത്തിച്ചേരാൻ ആവശ്യമായ ലോകത്തിൻ്റെ മധ്യബിന്ദുവിൽ, അവിടെ ആവശ്യമായ വെള്ളത്തിനൊരിക്കലും ഏർപ്പാട് ചെയ്യപ്പെടാനാവാത്ത ജലശൂന്യമായ അവിടെ പരിശുദ്ധമായ സംസമിൻ്റെ ഉറവ് പൊട്ടിച്ച് ലോകത്ത് നിറഞ്ഞൊഴുകുന്ന നദികളെയോ സമുദ്രങ്ങളെയോ പോലും തോൽപ്പിക്കുമാറ് ജലസ്രോതസ് ഒരുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കഅബ ലോകത്തെ മുഴുവൻ മാടി വിളിക്കാനും അവരെ മുഴുവൻ അത്ഭുതകരമായി ആകർഷിക്കാനും കഴിയുന്ന ഒരു ഭവനം ഇങ്ങനെ നിർമ്മിക്കാൻ അള്ളാഹുവിനെ കഴിയും. അവന് ലോകത്തിൻ്റെ പദ്ധതികളൊക്കെ അറിയാമെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ് ഈ കഅബയെ നാം ആ നിലയിൽ ഈ പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നത്, ലോകമാനവികതയുടെ നിലനിൽപ്പിന് ആധാരമാക്കി വെച്ചിരിക്കുന്നത്. അവന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതിൻ്റെ അടയാളവുമാണ് കഅബ. അങ്ങനത്തെ കഅബയിലേക്ക് ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ അവകാശമായ കഅബയിലേക്ക് എത്താൻ കഴിയുമായിട്ടും എത്താത്ത ആ അവകാശം ആരെങ്കിലും പിടിച്ചു വെച്ചാൽ, അവകാശം പിടിച്ചു വെച്ചാൽ എന്താ ചെയ്യുക? ആരുടെയെങ്കിലും അവകാശം വേറൊരാൾ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് നിലവിളിക്കും. തിരിച്ചു പിടിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് അള്ളാഹ് എന്ത് ചെയ്യും? നിലവിളിക്കോ? അത് ഇങ്ങ് പിടിച്ചെടുക്കും, അത്ര തന്നെ. ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ പണം പെണ്ണിനെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞ്, ആണിനെ കെട്ടിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ്, വീട് പൂർത്തിയാകാനെന്ന് പറഞ്ഞ്, ബിസിനസ് ഒന്നോടെ പുഷ്ടിപ്പെടട്ടെ എന്ന് പറഞ്ഞ്, കയ്യിൽ കാശുണ്ടായിരുന്നപ്പോഴും അള്ളാഹുടെ അവകാശം കൊടുക്കാതെ പിടിച്ചു വെച്ചവൻ ഇനി ഒന്ന് കൊടുത്തേക്കാന്ന് തോന്നുമ്പോൾ കൊടുക്കാൻ കയ്യിൽ ഇല്ലാതാവുകയാണ്. അള്ളാഹ് പിടിച്ചെടുത്ത് കഴിഞ്ഞു.
അള്ളാഹുടെ അവകാശമാണ് ലില്ലാ. അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമായാൽ ഉടനെ പോവുക, വൈകരുതേ. അവകാശമാണ്, അള്ളാഹു പിടിച്ചെടുക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ലോക നിലനിൽപ്പിന്റെ ആധാരം കഅബയാണ്. കഅബയുടെ മെസ്സേജ് ലോകം ഉൾക്കൊണ്ടാൽ ലോകത്തിന്ന് കാണുന്ന ഇതൊന്നും ഉണ്ടാവില്ല, അപകടകരമായ പ്രവണതകൾ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ ലോകത്തിന്റെ ഖിയാം എന്ന് പറഞ്ഞു. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞു, ഏ അറബികളെ, ഏ ഖുറൈശികളെ, നിങ്ങളുടെ നല്ല നിലനിൽപ്പിന് ഫല്യഅബ്ദു, ഈ പരിശുദ്ധ ഭവനത്തെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, നിങ്ങളുടെ വിശപ്പിന് ഈ ഭവനം ആഹാരമാണ്. വ ആമനഹും മിൻ ഖൗഫ്, നിങ്ങളുടെ പേടിക്ക് ഈ ഭവനം നിർഭയത്വവും തരും. ഈ ഭവനത്തെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. നിങ്ങളുടെ അന്നമാണിത്, നിങ്ങളുടെ നിർഭയത്വമാണിത്. ആ ഭവനത്തെ വേണ്ടതുപോലെ പരിപാലിക്കണം. അള്ളാഹു കഅബ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഭവനത്തെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ധനത്തെ, സമ്പത്തിനെ വിഡ്ഢികളുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. വിവരമില്ലാത്ത കൈകളിൽ പണം ഏൽപ്പിക്കരുത്. നിങ്ങളത് കൊടുക്കരുത്. വിവേകമില്ലാത്തവർക്ക് കൈവിട്ട് കൊടുക്കരുത്. എന്നാൽ വകുലൂഹും വറുസുഖൂഹും മിൻഹും, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് ഉപജീവനവും വസ്ത്രവും നൽകണം. പണം കൈകാര്യം ചെയ്യാൻ പറ്റാത്തവരുടെ കൈകളിൽ പണം ഏൽപ്പിക്കരുത്. അള്ളാഹു പറയുകയാണ്, വിവേകികളല്ലാത്തവരുടെ കൈകളിൽ പണം ഏൽപ്പിക്കരുത്. കയ്യിൽ ധാരാളം പണം കിട്ടി ദുരുപയോഗം ചെയ്തിട്ട് ഇന്ന് ഒന്നുമല്ലാതായി അധപ്പതിച്ച ആളുകളെ കാണുന്നില്ലേ? പണം നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വേണ്ടത്ര വിവേകം മുളച്ചിട്ടില്ലാത്തവരെയാണ്. ഒരിക്കലും പണം കൈവിട്ട് കൊടുക്കരുത്. പണം അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്ന് അള്ളാഹു പറയുന്ന ഈ ആയത്ത് ഞാൻ വിശദീകരിക്കുകയല്ല ഇവിടെ. അവിടെയും അള്ളാഹു പണത്തെക്കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ജഅലല്ലാഹു ലക്കും ഖിയാമ, അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്, ഖിയാമാണ്. പണം നിലനിൽപ്പിൻ്റെ ആധാരമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആർക്കറിയാൻ പാടില്ലാത്ത? എല്ലാവർക്കും അറിയില്ലേ? ഇതുപോലെയാണ് കഅബയും. ഈ കഅബയോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണെന്ന്. കഅബയോട് പോകേണ്ട സമയത്ത് പോയോ? അവിടെ നമ്മൾ ബാധ്യത വീട്ടിയോ? പോയവർ അത് പോകേണ്ടതുപോലെ പോയോ? നല്ല പണവുമായി പോയോ? ഒരുക്കത്തോടു കൂടി പോയോ? അവിടുത്തെ ഹുർമത്തുകൾ പാലിച്ചോ? പ്രിയപ്പെട്ടവരെ, കഅബയോടുള്ള ഹുർമത്തുകൾ ലംഘിക്കപ്പെടുമ്പോൾ അറബി സമൂഹത്തിൻ്റെ ഇന്നലത്തെ അച്ചടക്കം നഷ്ടപ്പെടുകയാണ്. അവരിന്ന് അപകടത്തിലാവുകയാണ്. കഅബയിലൊക്കെ പോയപ്പോൾ കാണാൻ കഴിയുന്നത്, കഅബയുടെ കില്ലയോട് ചേർന്ന് നിന്നുകൊണ്ട് ആണും പെണ്ണും കപ്പിൾസ് ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്ന കാഴ്ചകളാണ്. അത്രമാത്രം പരിശുദ്ധമായ പവിത്രമായ ഭവനത്തോട് അവിടെ നിന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ലോകത്ത് വീട്ടിലിരിക്കുന്ന ആളുകളെ തൻ്റെ തവാഫ് കാട്ടിക്കൊടുക്കുന്ന ആഭാസങ്ങളാണ് പരിശുദ്ധ കഅബയുടെ തിരുമുറ്റത്ത് അരങ്ങേറുന്നത്. ബഹുമാനം നഷ്ടപ്പെട്ട ഹാജിമാരും ഹാജമാരുമായി നമ്മൾ പരിണമിച്ചപ്പോൾ നമ്മുടെ നിലനിൽപ്പ് തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെട്ടത്? കഅബ ഖിയാമാണ്. ധനം നിങ്ങളുടെ ഖിയാമായതുപോലെ കഅബ നിങ്ങളുടെ ഖിയാമാണ്. അതിനെ തൊട്ട് കളിക്കരുത്. അതിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. ആ പരിശുദ്ധമായ കഅബയിലേക്ക് നമ്മുടെ പ്രതിനിധികൾ പോവുകയാണ്. അൽ ഹുജ്ജാജു അൽ ഉമ്മാറു വഫ്ദുള്ള, ഹാജിമാരും ഉംറക്കാരും അള്ളാഹിൻ്റെ ഡെലിഗേറ്റ്സാണ് നാട്ടിൽ നിന്ന് പോകുന്നവർ. അവരെ നന്നായി ഒരുക്കി അയക്കണം. അവരെ കാണണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. എന്നിട്ട് ലോക ജനതയുടെ ഞങ്ങളുടെ കൂടി നിലനിൽപ്പിൻ്റെ ആധാരമായ ഭവനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നന്നായി പോകണം, നന്നായി പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറയേണ്ട നാളുകളാണ്. കാര്യം നിസ്സാരമല്ല. പരിശുദ്ധമായ റമളാനോടുള്ള സമീപനം, പരിശുദ്ധമായ കഅബയോടുള്ള സമീപനം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം, പള്ളി പോലുള്ള പവിത്രമായ സ്ഥലങ്ങളോടുള്ള സമീപനം, അതൊക്കെ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭാവി എങ്ങനെയെന്ന് അള്ളാഹു അതിൻ്റെ ആധാരത്തിൽ തീരുമാനിക്കപ്പെടും. അത്രേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളിമു ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്. ചിഹ്നങ്ങളോടുള്ള ആദരവ് ആർക്ക് നഷ്ടപ്പെട്ടോ അവൻ്റെ ഭാവി ജീവിതം അവതാളത്തിലാകാൻ പോവുകയാണ്. പരിശുദ്ധമായ കഅബ പോലും അവമതിക്കപ്പെടുകയാണ് ഹാജിമാരാൽ ഇന്ന്. ഹജ്ജൊക്കെ ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പലാവുകയാണ്. അള്ളാഹു അത്തരം ഹജ്ജിൽ നമ്മളെ കാക്കട്ടെ. നല്ല ഹജ്ജ് എത്രയും വേഗം ചെയ്യേണ്ടവരൊക്കെ പെട്ടെന്ന് ചെയ്തു. അതിനു വേണ്ടി ഒരു കാര്യവും മാറ്റി വെച്ചാൽ ആ കാര്യം നടക്കൂല എന്ന് ഹദീസിലുണ്ട്. ഏത് കാര്യത്തിന് വേണ്ടി ഹജ്ജ് മാറ്റി വെച്ചോ ആ കാര്യം
നടക്കൂല എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ ഹജ്ജിൻ്റെ നാളുകളിലാണ്. എല്ലാം തന്ന അല്ലാഹുവാണ്. വെള്ളത്തെക്കുറിച്ച് അല്ലാഹ് ചോദിക്കുന്ന പോലെ നിങ്ങളാണോ ഈ വെള്ളം പെയ്തിറക്കുന്നത്? ഇത്രയും കാലം പെയ്തിറക്കിയില്ലല്ലോ, 4-5 മാസമായിട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് എഴുതി തന്നിട്ട് മറന്നുപോയി. അത് പരാതി പറഞ്ഞു കൂട്ടുകാർ. എല്ലാവർക്കും അള്ളയോട് തന്നെ നമുക്കൊക്കെ ചോദിക്കണം അല്ലേ? പടച്ചവനോട് തന്നെ ചോദിക്കണം. അള്ള തന്നെ തന്നു. അടുത്ത വെള്ളിയാഴ്ച എത്തും മുമ്പ്. ഇതാണ് 3 മാസക്കാലമായി 4 മാസക്കാലമായി പൊട്ടി വീഴാതെ കാത്തിരുന്നത്. ബാഷ്പീകരണം സമുദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നടന്ന സമയങ്ങളിൽ ആരാണത് തടഞ്ഞു വെച്ചത്? ആരാണത് പിടിച്ചു വെച്ചത്? ആ പടച്ചവനെ ഓർത്ത് അവൻ്റെ അനുഗ്രഹത്തോട് നന്ദി കാട്ടി നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ അവൻ്റെ അവകാശങ്ങൾ പിടിച്ചു വയ്ക്കുന്നതിൽ നിന്നെങ്കിലും സൂക്ഷിച്ച് നമുക്ക് മുന്നേറാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഒരു അച്ചടക്കം അത് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അച്ചടക്കത്തിൻ്റെ സമ്മാനമായിരിക്കും നമ്മുടെ നല്ല നിലനിൽപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണക്രമത്തെക്കുറിച്ച് പോലും ആശങ്കകളുമായി നമ്മൾ കഴിയുമ്പോൾ ഒരല്പം അച്ചടക്കം, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ചുള്ള ഒരു ഉറച്ച ബോധ്യം, അതിനോട് നന്ദിയുള്ള ഒരു മനസ്സ് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതിനനുസരിച്ച് നമ്മുടെ ഫർളുകളിലെങ്കിലും വീഴ്ചയില്ലാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയണം. സുന്നത്തുകൾ നമ്മുടെ ഫർളുകളുടെ കുറവുകൾ പരിഹരിക്കാനുള്ളതുമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നേരെ ചൊവ്വെ സഞ്ചരിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ പവിത്ര മാസങ്ങളിൽ ഹജ്ജിൻ്റേതായി അള്ളാഹു പ്രഖ്യാപിച്ചത് ദിവസങ്ങളെയല്ല, ഈ മാസങ്ങളെയാണ്. പോകുന്ന ഹാജിമാർക്ക് എന്ന പോലെ നമ്മൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് നോക്കും. കൊള്ളരുതായികയാണ് എങ്കിൽ ആ ദുആ നമുക്കിവിടെ കേടായി മാറും. അതുകൊണ്ട് ഹാജിമാർ ഒരുങ്ങും പോലെ, ഹാജിമാർ പ്രിപ്പയർഡാകും പോലെ നമ്മളും ഇവിടെ അള്ളാഹുവിലേക്ക് അടുത്ത് ആരാധനകളെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട്, സുഹൃതങ്ങളെ ആനന്ദമാക്കി മാറ്റിക്കൊണ്ട്, അതിന് വിശ്രമമില്ല, റെസ്റ്റില്ലാത്ത നന്മകളിലൂടെ റമളാൻ നേടിത്തന്ന ഹജ്ജ് നിലനിർത്തി തരാൻ ആഗ്രഹിക്കുന്ന വീണ്ടും 3 മാസങ്ങളിലൂടെ അങ്ങോട്ടടുത്ത ഒരു റമളാൻ എത്തും വരെ നമുക്ക് ഈ നന്മയുടെ സുഹൃതങ്ങളുടെ വഴിത്താരകളിലൂടെ തന്നെ ധീരമായി മുന്നേറി പടച്ചവനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ.